എൻ്റെ പൊന്നു മക്കളെ പറ്റുവാണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അത്രയും നമുക്ക് ലക്ഷൂറിയസ് എലഗൻറ്റ് ബ്യൂട്ടിഫുൾ ലുക്ക് തരും എൻ്റെ ഗ്യാരണ്ടി. ഇത് നമ്മളുണ്ടാക്കിയ ഹെഡ് ബാൻഡ് വെച്ചപ്പോൾ പ്രിൻസസ് ലുക്കായില്ലേ ഈ മോഡൽ. ഇങ്ങനെ ലുക്ക് ക്രിയേറ്റ് ചെയ്യാൻ നമ്മുടെ ജെമിനിയാണ് കേട്ടോ ഹെൽപ്പ് ചെയ്തത്. മെറ്റീരിയൽസിന് വലിയ പൈസയൊന്നും ചിലവാകത്തില്ല, പക്ഷേ റിസൾട്ട് അടിപൊളിയായിരിക്കും. മെറ്റീരിയൽസ് റിക്വേർഡ് കണ്ടല്ലോ. ബ്ലാക്ക് മെറ്റൽ ഹെയർ ബാൻഡ് വേണം, ആ മിനി ബോർഡ് ഡിസൈൻ, പിന്നെ മെറ്റൽ വയർ, ക്രിസ്റ്റൽ ബീഡ്സ് ആൻഡ് ഓഫ് കോഴ്സ് നമ്മുടെ ഗ്ലൂ വേണം. ഫസ്റ്റ് നമുക്ക് ആവശ്യമുള്ള മെറ്റാലിക് വയർ എത്രയാണെന്ന് കണ്ടുപിടിക്കുകയാണ്. അത് ഞാൻ ബോയുടെ അളവ് എടുത്തിട്ട് അതിൻ്റെ ഒരു 3 times കട്ട് ചെയ്ത് മാറ്റി വെക്കണം. അടുത്തെന്ന് പറയുന്നത് നമുക്ക് ഇതേപോലത്തെ ഏതെങ്കിലും ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡിസൈൻ ഉണ്ടെങ്കിൽ അത് നമുക്ക് ബോയുടെ ഏത് പൊസിഷനിലാണോ വെക്കേണ്ടത് അവിടെ മാർക്ക് ചെയ്യുകയാണ്. അത് നമ്മൾ ഇപ്പോഴേ വെക്കത്തില്ല, ലാസ്റ്റേ വെക്കത്തുള്ളൂ. ഇത് ഇപ്പം ഞാൻ വെക്കുന്ന ഈ മിനി ബോയുടെ ഇല്ലേ, ആ ഡിസൈൻ എനിക്കൊരു ക്രാഫ്റ്റ് ഷോപ്പിൽ പോയപ്പോൾ കിട്ടിയതാണ്. നമുക്ക് വീട്ടിൽ വേണമെങ്കിലും ഫെൽ ഷീറ്റും ഈ സ്റ്റോൺസും വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. പക്ഷെ എനിക്ക് അതിനുള്ള ഒരു സമയം ഇതിനില്ലാത്തത് കൊണ്ട് ഞാൻ പെട്ടെന്ന് ഷോപ്പിൽ നിന്ന് മേടിച്ചതാണ്. ഞാൻ അടുത്ത് ചെയ്യുന്നതെന്ന് പറയുന്നത് ആ ചെവിയുടെ പോർഷൻ വരൂലേ, ബാക്കിൽ നമ്മൾ ബോ വെക്കുമ്പം ആ പോർഷൻ അങ്ങ് മാറ്റിയിട്ട് അതിൻ്റെ മുകളിലോട്ടുള്ള ഏരിയയിലോട്ടാണ് ബീഡ്സ് വെക്കുന്നത്. അല്ലെങ്കിൽ ചെവിയിൽ ഡിസ്റ്റർബൻസ് വരുമല്ലോ. ഞാനിവിടെ യൂസ് ചെയ്തത് ഈ 6000-ൻ്റെ ഒരു ഗ്ലൂ ആണ് കേട്ടോ യൂസ് ചെയ്തത്. അത് വെച്ചിട്ട് മെറ്റാലിക് വയർ ഇങ്ങനെ ആദ്യം ടൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം ബീഡ്സ് ഒന്നും പുറത്തോട്ട് താഴോട്ട് വരാതിരിക്കും. ഞാൻ ഇത്രയും ചെറിയ ഡീറ്റെയിൽസ് പറയുന്നതെന്ന് വെച്ചാൽ ആദ്യമായിട്ട് ബിഗിനേഴ്സ് കാണുമല്ലോ, അപ്പം അവർക്ക് ഡൗട്ട് വരും. കാരണം ഞാനിത് തുടക്കം ചെയ്തപ്പോൾ എനിക്ക് ഇങ്ങനെയൊക്കെ ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. ഇപ്പം ഞാൻ യൂസ് ചെയ്ത ബീഡിൻ്റെ സൈസ് 6 mm ആണ്. 6 mm ക്രിസ്റ്റൽ ബീഡും 4 mm ബീഡ്സിൻ്റെ കോമ്പിനേഷനാണ് യൂസ് ചെയ്യുന്നത്. 2 times ഞാൻ ആ മെറ്റാലിക് വയർ വെച്ചിട്ട് ഇങ്ങനെ ചുറ്റി കൊടുക്കുന്നുണ്ട്. 1 time ചെയ്താലും കുഴപ്പമില്ല. ഞാൻ 2 times ആകുമ്പോൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ അനങ്ങാതെ സെക്യൂർ ആയിട്ട് ഇരിക്കും. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 times ചെയ്യുന്നതേ ഉള്ളൂ. ഇപ്പോൾ യൂസ് ചെയ്തത് 4 mmൻ്റെയാണ്. അപ്പോൾ ഫസ്റ്റ് ഞാൻ 6 mmൻ്റെ ഇട്ടു, രണ്ടാമത് ഞാൻ 4 mmൻ്റെ ഇട്ടു. ബീഡ്സിൻ്റെ സൈസൊക്കെ നമുക്ക് ഇഷ്ടമുള്ള പോലെ മാറ്റാം കേട്ടോ. പക്ഷേ ഞാൻ പ്രിഫർ ചെയ്യുന്നത് ക്രിസ്റ്റൽ ബീഡ്സ് ആയിരിക്കും. ഇപ്പോൾ പേൾ ബീഡ്സാണ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അത് ചെയ്താലും കുഴപ്പമില്ല. പക്ഷേ ഇത്രയും ഒരു സ്പാർക്ലിംഗ് സ്റ്റണ്ണിങ് ലുക്ക് തരണമെങ്കിൽ നമുക്ക് ക്രിസ്റ്റൽ ബീഡ്സ് യൂസ് ചെയ്യണം കേട്ടോ ഈ ബ്ലാക്ക് ഹെഡ് ബാൻഡിൽ. ആക്ച്വലി എൻ്റെ മോൾക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഈ ഡിസൈൻ ഞാനിങ്ങനെ ആലോചിച്ച് ഞാൻ ഇങ്ങനെ ഒരു ഡിസൈൻ ചെയ്താലോ, ഇത് ഞാൻ ഒരിടത്തുനിന്ന് റെഫറൻസ് എടുത്തതല്ല, ഇത് ഞാനിങ്ങനെ ഡിസൈൻ ചെയ്യാം എന്ന് വിചാരിച്ച് ചെയ്തതാണ്. പക്ഷേ ഞാൻ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഡൗട്ടായിരുന്നു, ഇത് കൊള്ളായിരിക്കുമോ. എന്നാലും ഞാൻ വിചാരിച്ച് അങ്ങ് ചെയ്ത് നോക്കാം എന്നുള്ളത്. പക്ഷേ റിസൾട്ട് കണ്ട് മോളുടെ തലയിലൊക്കെ വെച്ച് നോക്കിയപ്പോൾ അടിപൊളി എന്ന് പറഞ്ഞാൽ സത്യം. ഞാൻ എൻ്റെ മുന്നത്തെ വീഡിയോസൊക്കെ നോക്കും, ഞാൻ ഒന്നിലും ഞാൻ ഇത്രയും അടിപൊളി എന്ന് പറഞ്ഞിട്ടില്ല. ഇതങ്ങ് തിളങ്ങുന്നെന്ന് പറഞ്ഞാൽ ഭയങ്കര സ്റ്റോൺസിൻ്റെയും ക്രിസ്റ്റൽ ബീഡ്സിൻ്റെ എല്ലാം കൂടിയും തിളക്കം നമ്മുടെ ഫേസിലും കാണാം. അപ്പോൾ ഈ സെയിം മെറ്റീരിയൽസ് ഇല്ലല്ലോ എന്ന് ചിലപ്പം ഇപ്പോൾ ഈ വീഡിയോ കാണുന്നവർ വിചാരിക്കുന്നുണ്ടായിരിക്കാം. എവിടെന്നെങ്കിലും നമുക്ക് ഒരു ക്രാഫ്റ്റ് ഷോപ്പിൽ പോകുമ്പോഴത്തേക്ക് ക്രിസ്റ്റൽ ബീഡ്സും ഈ ബ്ലാക്ക് ഹെഡ് ബാൻഡും നമുക്ക് മെറ്റാലിക് വയറും കിട്ടിയിട്ട് പിന്നെ മറ്റേ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റിൻ്റെ എന്തെങ്കിലും ഒരു കോമ്പിനേഷനുള്ള ഡിസൈൻ കിട്ടുമെന്ന് നോക്ക്. ഇല്ലെങ്കിൽ വീട്ടിൽ വെച്ചിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. ബ്ലാക്ക് ഫെൽ ഷീറ്റും ഈ വൈറ്റ് റൈൻ സ്റ്റോണും ഉണ്ടോ, എനിക്ക് എന്തെങ്കിലും ഒരു ബ്ലാക്ക് ഫെൽ ഷീറ്റിൽ ഈ സ്റ്റോൺ വെച്ചിട്ട് എന്തെങ്കിലും ഒരു ഡിസൈൻ ചെയ്ത് കട്ട് ചെയ്തെടുത്താൽ നമുക്ക് അടിപൊളിയായിട്ട് ഈ ബോയിൽ വെക്കാനുള്ളത് കിട്ടുമേ. അങ്ങനെ ഒരു സൈഡിലുള്ള ക്രിസ്റ്റൽ ബീഡ്സ് കംപ്ലീറ്റ് ആയി. ഇനി അടുത്ത സൈഡിലുള്ള ക്രിസ്റ്റൽ ബീഡ്സ് ചെയ്തു. അതിൻ്റെ ലാസ്റ്റ് കട്ട് ചെയ്തെടുക്കുന്നത് കാണിക്കാം കേട്ടോ. ഇങ്ങനെ ഓരോന്ന് ചെയ്തിട്ട് ലാസ്റ്റ് നമ്മളിവിടെ ഇങ്ങനെ നമ്മൾ ഫസ്റ്റ് ചെയ്തില്ലേ മെറ്റൽ വയർ വെച്ചിട്ട് സെക്യൂർ ചെയ്ത് കൊടുത്തില്ലേ, അതേപോലെ ഇവിടെയും ഗ്ലൂ വെച്ചിട്ട് നമ്മളിങ്ങനെ റൗണ്ട് ചെയ്ത് ലാസ്റ്റ് ഒട്ടിച്ച് കൊടുക്കണം, ക്രിസ്റ്റൽ ബീഡ്സ് ഇളകി പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. അത് ഇത്രയും നേരം സംസാരിച്ചിട്ട് ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പറയാൻ വിട്ടുപോയി. എന്താണെന്ന് വെച്ചാൽ ഈ ഹെയർ ബാൻഡ് ഇഷ്ടപ്പെടുവാണെങ്കിൽ എന്തായാലും ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് എന്നെ അറിയിക്കണം കേട്ടോ. നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴേ എനിക്കിങ്ങനെ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ കിട്ടത്തുള്ളൂ. ഓൾറെഡി എന്നെ സബ്സ്ക്രൈബ് ചെയ്തവരോട് ഭയങ്കര താങ്ക് യു. എനിക്ക് കുറേ നാളായിട്ട് വീഡിയോ ഇടാൻ എൻ്റെ ജോലി തിരക്ക് കാരണം പറ്റിയില്ല. ബട്ട് 2026 എൻ്റെ മെയിൻ ഗോളാണ് കണ്ടിന്യൂസ്ലി വീഡിയോ ഇടുക എന്നുള്ളത്. സോ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ചെയ്യാത്തവർ. അപ്പോൾ നമ്മൾ ഇത്രയും നേരം ചെയ്തുകൊണ്ടിരുന്നത് ക്രിസ്റ്റൽ ബീഡ്സിൻ്റെ പരിപാടിയാണ് അല്ലേ, അത് കഴിഞ്ഞു. ഇനി അടുത്തതെന്ന് പറയുന്നത് ഈ റൈൻ സ്റ്റോണിൻ്റെ ചെയിനില്ലേ, അത് ഈ ഹെയർ ബാൻഡിൻ്റെ മധ്യത്ത് വെച്ച് കൊടുക്കണം. നടുക്ക് വെച്ച് കൊടുക്കണം. നമ്മൾ തിരുവനന്തപുരത്ത് മദ്യം എന്നൊക്കെ പറയും, അപ്പോൾ എല്ലാവർക്കും മനസ്സിലാവില്ലല്ലോ, അതാണ്. ഓക്കെ, അപ്പം സെൻറ്റർ പോർഷനിലോട്ട് നമുക്ക് ഈ റൈൻ സ്റ്റോൺ ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഈ 6000-ൻ്റെ ഗ്ലൂ ആണ് യൂസ് ചെയ്യുന്നത്. B7000 അല്ലെങ്കിൽ ഹോട്ട് ഗ്ലൂ ഒക്കെ യൂസ് ചെയ്യാം. എൻ്റെ അവൈലബിലിറ്റി അനുസരിച്ച് ഞാൻ ഈ 6000 യൂസ് ചെയ്തു. ഇനിയാണ് നമ്മുടെ മെയിൻ താരം വരുന്നത്. ഒരു മിനി ബോർഡർ ഡിസൈൻ
ബ്ലാക്ക് ഫെൽറ്റ് ഷീറ്റിൽ സ്റ്റോൺസ് വെച്ചിട്ടാണ് ഇത് ചെയ്തേക്കുന്നത് കേട്ടോ. ഈ ഡിസൈൻ തന്നെ വേണമെന്നില്ല, എന്ത് ഡിസൈൻ കിട്ടിയാലും ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ. ബട്ട് സ്റ്റോൺസ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടി സ്പാർക്കിൾ ചെയ്യും, നമ്മുടെ ലൈറ്റൊക്കെ അടിക്കുമ്പം നന്നായിട്ട് തിളങ്ങും. അത് നമ്മൾ ഓൾറെഡി ആദ്യമേ മാർക്ക് ചെയ്ത് വെച്ചിരുന്നില്ലേ, ആ ഏരിയയിൽ ഗ്ലൂ വെച്ചിട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാണ് സംഭവം. കൊള്ളാമോ? ഇഷ്ടപ്പെട്ടോ? മാക്സിമം 20 അല്ലെങ്കിൽ 30 മിനിറ്റ്സ്, അതിനപ്പുറം പോകത്തില്ല. എളുപ്പത്തിൽ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഡിസൈനാണ്. ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് അറിയിച്ചാൽ ഐ വിൽ ബി സോ ഹാപ്പി ആൻഡ് ഐ വിൽ ബി സോ താങ്ക്ഫുൾ. ഇത് കണ്ടോ, ലൈറ്റ്സിൽ ഇങ്ങനെ എപ്പോഴും സ്പാർക്കിൾ ചെയ്തുകൊണ്ടേ ഇരിക്കും കേട്ടോ. അത് പുറത്തിറങ്ങിയപ്പോൾ ആണെങ്കിൽ ഭയങ്കര സ്നോ. അപ്പോൾ ഹെയർ ബോയ്ക്ക് ഒരു അടിപൊളി ബാക്ക്ഗ്രൗണ്ട് കിട്ടിയതുകൊണ്ട് അവിടെ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത്. ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണും വരെ ബൈ ബൈ.